എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ PSC മാർച്ച് മാസത്തെ പരീക്ഷാ കലണ്ടർ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് വിവരങ്ങൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളിലോട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേഷനുകൾ, മാർച്ച് മാസത്തെ പരീക്ഷാ കലണ്ടറിൽ ഉദ്യോഗാർത്ഥികളെ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തമായി കാണുന്ന ആ ഒരു സ്ക്രീൻഷോട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു PDF ആണ് ഇപ്പോൾ മാർച്ച് മാസം 2026 PSC പുറത്തുവിട്ടിരിക്കുന്ന പരീക്ഷാ കലണ്ടർ. പക്ഷേ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ PSCയുടെ ഹാർഡ് കോർ ഉദ്യോഗാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ ഈ പരീക്ഷാ കലണ്ടറിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷനുകൾ, പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഒന്നും തന്നെ ഇല്ല. ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇല്ല. അതുപോലെ ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ യാതൊന്നും തന്നെ ഈ വന്നിരിക്കുന്ന പരീക്ഷാ കലണ്ടറിൽ ഇല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 എക്സാമുകൾ, പ്രധാനപ്പെട്ട 2 എക്സാമുകൾ ഈ പരീക്ഷാ കലണ്ടറിൻ്റെ ലിസ്റ്റിൽ ഉണ്ട്. അതുകൂടെ നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് നോക്കാം. ആദ്യത്തെ കാറ്റഗറി 316/2024 സെക്യൂരിറ്റി ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലെ. പിന്നീട് സെക്യൂരിറ്റി ഓഫീസർ NCA ഫോർ ഈഴവ, തീയ, ബില്ലവ, അതിലോട്ടാണ്, ആ ഒരു കാറ്റഗറിയിലോട്ടുള്ള പരീക്ഷയാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്, അസിസ്റ്റൻറ്റ് മാനേജർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അസിസ്റ്റൻറ്റ് മാനേജർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ മാർച്ച് മാസത്തിൽ പ്രതീക്ഷിക്കാം. ലോ ഓഫീസർ, അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, മലയാളം മീഡിയം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷ ഈ ലിസ്റ്റിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ പരീക്ഷ? റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സെക്രട്ടേറിയറ്റ് പരീക്ഷയോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന ഒരു പരീക്ഷയാണ്. അതെന്താണ്, നിങ്ങൾ 5 ഘട്ടങ്ങളിലായിട്ടായിരിക്കും, ഇതിൻ്റെ മെയിൻസ് പരീക്ഷയാണ്. അപ്പോൾ 5 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ പരീക്ഷ നടക്കുക. ആ പരീക്ഷാ തീയതി കൂടെ നിങ്ങൾ നോക്കുക. 277/2024 ആ പരീക്ഷയുടെ കാറ്റഗറി നമ്പർ. അപ്പോൾ 9-ാം തീയതി പരീക്ഷയുണ്ട്, അതുപോലെ 10-ാം തീയതി പരീക്ഷ ഉണ്ടാവും, 11-ാം തീയതി പരീക്ഷയുണ്ട്, 12-ാം തീയതി പരീക്ഷയുണ്ട്, അതുപോലെ 13-ാം തീയതി ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ മെയിൻസ് പരീക്ഷ നിങ്ങൾക്കുണ്ടാവും എന്നാണ്. 5 ദിവസങ്ങളിലായിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ഓപ്ഷണലുകളായിരിക്കും ഈ പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾ ചൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഈ എലക്റ്റീവ് പേപ്പറുമായിട്ട് 5 ദിവസത്തേക്കായിരിക്കും ഈ പരീക്ഷ സംഘടിപ്പിക്കുക. അതുപോലെ മൈൻസ് മേറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയും മാർച്ച് മാസത്തിലുണ്ടാകും. സീനിയർ മാനേജർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഈ അപ്ഡേറ്റിലുണ്ട്. പിന്നെ ഡിസൈനർ എന്നൊരു പരീക്ഷ 270/2025, 376/2025 കമ്പനി സെക്രട്ടറി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള. അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് 378/2025. പിന്നെ ഒരു ക്ലർക്ക് പരീക്ഷയുണ്ട്, തമിഴ് ആൻഡ് മലയാളം നോവിംഗ് NCFO ധീവര കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയും മാർച്ച് മാസത്തിലെ ഈ സ്പെഷ്യൽ കലണ്ടറിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാത്തിരുന്ന മറ്റൊരു പരീക്ഷയായിരുന്നു ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ കുറച്ച് നമ്മുടെ തന്നെ ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയായിരുന്നു ഡിവിഷണൽ അക്കൗണ്ട്. അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലോട്ടുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. അതും ഈ മാർച്ച് മാസത്തിലെ കലണ്ടറിൽ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റോഴ്സ് പർച്ചേസ് ഓഫീസർ പാർട്ട് 1, അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ടിക്കറ്റ് ഇഷ്യൂക്കം മാസ്റ്റർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന പരീക്ഷകളും പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയുമാണ് ഈ മാർച്ച് മാസത്തെ പരീക്ഷാ കലണ്ടറിൽ PSC ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന, അപ്പം ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിനുള്ള ഒരു വക കൂടിയുണ്ട്. കാരണം ഇത്രയും നാൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ വരുന്ന മാസങ്ങളിൽ പരീക്ഷ ഉണ്ടാവുമോ, ഏത് പരീക്ഷ, ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ ഏത് മാസമായിരിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കറിയാം, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതുപോലെ അസിസ്റ്റൻറ്റ് ജയിലർ, പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടറുണ്ട്, സബ് ഇൻസ്പെക്ടറുണ്ട്. ഈ പരീക്ഷകളുടെ എല്ലാം കോമൺ പ്രിലിമിനറി എക്സാം നമുക്ക് ഈ ഒരു മാർച്ച് മാസം വരെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി കൂടുവാണ്. നമുക്ക് പഠിക്കാനായിട്ട്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ പരീക്ഷകളിലേക്കും പഠിക്കാനുള്ള കുറച്ചധികം സമയം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ 2026 മാർച്ച് വരെ ഈ പരീക്ഷകളൊന്നും നമ്മൾ കാത്തിരുന്ന നമ്മുടെ 2 പ്രധാനപ്പെട്ട പരീക്ഷകളുണ്ട്. എങ്കിലും എല്ലാ പരീക്ഷയും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നും മാർച്ച് മാസം വരെ ഇല്ല എന്നത് സൂചിപ്പിക്കുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് കുറച്ചധികം സമയം ലഭിച്ചു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ 2026 ഏപ്രിൽ മെയ് ആ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് നിയമസഭാ ഇലക്ഷന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും പൊതുവെ പരീക്ഷകൾ വരുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം ആയിരിക്കും ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആയാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയാലും മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഒരു കോമൺ പ്രിലിമിനറി എക്സാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചധികം സമയം കൂടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു അപ്ഡേറ്റ്സിലൂടെ PSC പുറത്തുവിട്ട ഈ ഒരു അപ്ഡേറ്റ്സിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ടാലൻറ്റ് അക്കാദമി നിങ്ങളോടൊപ്പമുണ്ട്. നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെക്കോർഡഡ് കോഴ്സസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വ്യക്തമായിട്ട് വിവിധ ഒരു സ്ട്രാറ്റജികളിലൂടെ നിങ്ങളെ പഠിപ്പിച്ച് ഉന്നത റാങ്കുകളിൽ എത്തിക്കാനായിട്ട് ടാലൻറ്റ് അക്കാദമി കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാലൻറ്റ് അക്കാദമിയുടെ എല്ലാവിധ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ ഡിഗ്രി ലെവൽ 3 വോളിയങ്ങളിലായിട്ടുള്ള ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിലുണ്ട്. അതുപോലെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ നമുക്കറിയാം VFA CPO റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. VFAക്ക് LDC റാങ്ക് ഫയൽ ഉപകാരപ്രദമാണ്. CPO റാങ്ക് ഫയൽ ഉണ്ട്. അതുപോലെ ഫയർമാൻ്റെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകളും ഇപ്പോൾ ടാലൻറ്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പരീക്ഷകൾക്കായിട്ടുള്ള ഫോഴ്സ് എക്സാമുകൾക്കായിട്ടുള്ള എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ടാലൻറ്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. അപ്പോൾ പഠിക്കാൻ നമുക്ക് ഏറെ സമയമുണ്ട്. നമുക്ക് റാങ്ക് ഉറപ്പിക്കാനുള്ള സാവകാശം ഇനിയുമുണ്ട്. സമയം ഇനി ഒട്ടും വൈകിട്ടില്ല. പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അതുപോലെ പുസ്തകങ്ങൾ വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പുസ്തകങ്ങൾ വാങ്ങി അവരുടേതായ തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ ആരംഭിച്ച് ഏറ്റവും മികച്ച റാങ്കിൽ എത്തിച്ചേരാനായിട്ട് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒരു ചെറിയ ഇടവേളയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഇൻഫോർമാറ്റീവ് ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ